എന്നോടൊപ്പം ഒരു 15-16 ആളുകൾ വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഇന്നത് ഏതാണ്ട് 25-30 ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ISROയുടെ സ്പേസ് സെന്ററിൽ ഏറെക്കാലം ജോലി ചെയ്തിട്ടുള്ള ഒരാൾ, ISROയുടെ ഡയറക്ടറായിട്ടുള്ള ഒരാൾ ഈ ഒരു വേഗത്ത് തന്നെ അദ്ദേഹം ഇവിടെ എല്ലാം യാത്ര ചെയ്തുകൊണ്ട് ആളുകളുമായിട്ട് കാണുന്നു, അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നു. ഒരു പ്രൊഫസർ അദ്ദേഹം പിറകിലിരിക്കുന്നുണ്ട്. അദ്ദേഹം മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നാൽ ആ പ്രൊഫസർ നമ്മളോടൊപ്പം കുട്ടികൾക്ക് എന്താണ് ഇവിടുത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നോക്കാൻ വേണ്ടി IIT-യിലെ ശാസ്ത്രജ്ഞന്മാർ മുതൽ IIT-യിലെ പ്രൊഫസർമാർ മുതൽ അങ്ങനെയുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, പാടശേഖര സമിതിയിലെ കർഷകന്മാർ എന്നെയും ശ്രീമതി പ്രമീള ചേച്ചിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് എന്തായിരിക്കണം മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർക്ക് വേണ്ടത് എന്നുള്ളത് അവർ ചർച്ച ചെയ്യാൻ വേണ്ടി 1/2 മണിക്കൂറും 1 മണിക്കൂറും സമയം അവരുടെ വീടുകൾക്കകത്തിരുത്തുന്നു, ചായ തരുന്നു, സംസാരിക്കുന്നു. അതെല്ലാം ഉൾക്കൊണ്ടുവിട്ട് ഒരു ജനസഭയായിരിക്കും നിങ്ങളുടെ MLA ആയിട്ട് ശോഭ വന്നാൽ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവുക. ആ ജനസഭ രൂപീകരിച്ചെടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. ശോഭയുടെ വാക്കുകൾ ആയിരിക്കില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്കിവിടെ നൽകിയ ഹാർദമായിട്ടുള്ള സ്വീകരണത്തിന്, സ്നേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ MLA ആയിട്ട് വരുമ്പോൾ അപ്പോഴും നമുക്ക് ദീർഘനേരം ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെയും കേരളത്തിന്റെയും വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും സ്വീകരിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ